ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ജീവിതമാകുന്ന കമ്പ്യൂട്ടറിന് ഏറ്റവും പറ്റിയ ആൻറ്റിവൈറസാണ് ഭക്തി. അത് നമ്മുടെ പ്രശ്നങ്ങൾ സ്കാൻ ചെയ്യും, അനുഗ്രഹങ്ങൾ ഡൗൺലോഡ് ചെയ്യും, വേവലാതികൾ ഡിലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം പരമാത്മാവിനുള്ള ശരണാഗതിയാണ്. കാരണം മനുഷ്യപ്രയത്നം എപ്പോഴും പരിധിയുണ്ട്, കൃപയാണത് പൂർത്തിയാക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും, നമ്മൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും അശ്രദ്ധയായ വന്ന വണ്ടി നമ്മൾ ഇടിച്ച് അപകടം ഉണ്ടാക്കുന്നില്ലേ. മറ്റവരുടെ അശ്രദ്ധ മാറ്റി നമ്മുടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ കൃപ ആവശ്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യപ്രയത്നത്തിൻ്റെ പരിധി നമ്മൾ മനസ്സിലാക്കി ആ ശരണാഗതി വയ്ക്കണം. അതാണ് മഹാബലിയും ചെയ്തത്. മനുഷ്യപ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെല്ലാം ഈശ്വരൻ്റെ ചുവട്ടിലെ കാൽപ്പാടൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ് ഈശ്വരീയ തത്വം. ശരണാഗതിയോടുകൂടി നമ്മൾ നീങ്ങുക. കൂട്ടുകാരനെ കാണാൻ സുഹൃത്തിയല് കാണും. അപ്പോഴാണ് വലിയൊരു പട്ടി സിംഹം പോലെ ചാടി വരുന്നത്, കുറച്ചുണ്ട്. അപ്പോൾ പുറത്ത് ഗേറ്റിന് വെളിയിൽ നിന്നുകൊണ്ട് കൂട്ടുകാരനെ ഒച്ചത്തിൽ വിളിച്ചു. അപ്പോൾ കൂട്ടുകാരൻ വന്ന് പട്ടിയെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വന്ന കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് മുറി കൊണ്ടുപോയി. മായാകുന്ന പട്ടിയുടെ കടി കിട്ടാതിരിക്കണം. ഈശ്വരനുള്ള ശരണാഗതി ഉറക്കെ വിളിച്ച് അതുപോലെ നമുക്കുണ്ടാകണമെന്നാണ്. നല്ല കർമ്മത്തിന് നല്ല ഫലം, ചീത്ത കർമ്മത്തിന് ചീത്ത ഫലം. കാരണം ഇപ്പോൾ സിമ്പിയും കൂടെ കുളിക്കാൻ പോകുന്നു, അതിനകത്ത് മൂത്രം ഒഴിക്കുകയും അല്ലെ മലമിടുകയും ചെയ്ത് കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ചൊറിഞ്ഞിട്ട് അസുഖം വരാം. അപ്പം നമ്മൾ കൊടുത്തല്ലേ തിരിച്ച് കിട്ടുന്നത്. നദിയിലെ വെള്ളത്തിൽ നമ്മൾ മാലിന്യം ഇടുന്നത്, അത് തന്നെ കുടിക്കാൻ എടുത്തു കഴിഞ്ഞാലോ കോളറ വരുന്നു. അപ്പോൾ കൊടുത്തല്ലേ തിരിച്ച് കിട്ടുന്നത്. ശരീരത്തിന് അതീത ഒരു ഓറയുണ്ട്. ആ ഓറ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ടേപ്പ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് എടുത്തുകൊണ്ട് വന്നവരുണ്ട്, ലോൺ എടുത്തുകൊണ്ട് വരുന്നത് പറയുന്നതിന് അങ്ങനെ. ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ട് വരുന്നത് നല്ല കർമ്മങ്ങളുടെ, ലോൺ എടുത്തുകൊണ്ട് വരുന്നത് ചീത്ത കർമ്മത്തിനാണ് നമ്മൾ ലോൺ എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത്. ലോൺ എടുത്തുകൊണ്ട് വരുന്നത് ചീത്ത കർമ്മത്തിന്, ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ട് നല്ല കർമ്മത്തിന്. അപ്പോൾ ലോൺ എടുത്തവർക്ക് ഈ ജന്മം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരും. അത് നമ്മൾ കുറച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കണം. വെള്ളത്തിൽ നല്ല വെള്ളം ഒഴിച്ച് പിന്നെ കാഠിന്യം കുറയ്ക്കുന്ന പോലെ. കഴിഞ്ഞത് എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് കാലം നമ്മളെ കാത്തു നിൽക്കില്ല. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ നമ്മൾ കയറി, ഇത്ര മണിക്കൂർ നമുക്ക് തന്നിട്ടുള്ളൂ. ആ മണിക്കൂറിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചവരുണ്ട്, തോക്കുന്നവരുണ്ട്. ആ സമയത്തിനുള്ളിൽ എത്ര ജാഗ്രതയോടെ അവൻ എഴുതുന്നു, അതാണ് നോക്കേണ്ടത്. ആ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഇതുപോലാണ് ജീവിതം. കാലം നമ്മളെ കാത്തു നിൽക്കില്ല, അതിനുള്ളിൽ നമ്മൾ നേടണം. അപ്പോൾ കാലം നമ്മളെ കാത്തു നിൽക്കില്ല. നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. സമയങ്ങൾ വെറുതെ അസൂയ കുശുമ്പ ചിന്തിച്ചും മറ്റോ കളയാതെ എനിക്കല്ലാത്തൊരു കാര്യം അതെൻ്റെ തന്നെയാണ്. ആത്മാവിൻ്റെ തലത്ത് നോക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മളിന്ന് ഭിന്നമല്ല. അല്ലാത്തൊരെണ്ണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകണേ. ഇപ്പോൾ ഭക്തന്മാരായ മക്കൾ, അവർ ജോലിക്ക് പോകുന്ന മക്കളുണ്ട്, വീട്ടിൽ വന്നും ജോലി ചെയ്യുന്നുണ്ട്. അച്ചാറുണ്ടാക്കും, ചില വേറെ കളിപ്പാവ് ഉണ്ടാക്കും. അത് വിറ്റിട്ട് അമ്മ എന്തെങ്കിലും സേവ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇത്ര സാരി വർഷങ്ങൾ മേടിച്ച് എടുക്കുന്നവരുണ്ടായിരുന്നു.
അവർ നേരെ അതിൻ്റെ പകുതിയാക്കി. പക്ഷെ അവർക്ക് അതിനേക്കാളും സംതൃപ്തി കിട്ടുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ അറിയാതൊരു സംതൃപ്തി ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ജീവിതം ആ ചങ്ങല പോലെ ആകാണ്, ഒറ്റപ്പെട്ട ദ്വീപല്ല. എടുക്കുക എന്ന് പറയുമ്പോൾ ദ്വീപിലേക്ക് പോവുകയാണ്. ഇത് ചങ്ങല പോലെ ആയിത്തീരാണ്. അപ്പോൾ രണ്ടെന്നുള്ള ഭാവം പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴും ഒരു ശകലം ഇടാം മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് നമുക്കിരിക്കാനുള്ള സിംഹാസനം. സത്യത്തിൽ നമുക്ക് ഇരിക്കാനുള്ള സിംഹാസനം അതാണ്. ഓണവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു ഐതിഹ്യമാണ് മഹാബലിയുടേത്. ദാനശീലം, സത്യനിഷ്ഠ, നിസ്വാർത്ഥ പ്രജാസ്നേഹം, ത്യാഗം തുടങ്ങിയ പാഠങ്ങൾ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയുണ്ട്. ഏറ്റവും ഒത്തുവരെന്ന് കരുതുന്നത് പോലും കുറച്ചെങ്കിലും ആ മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാളെല്ലാം തിരിച്ച് തപസ്സിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ മലയിൽ കയറി ധ്യാനിക്കാനായിട്ട് പോവുക. മലയോട്ട് കയറുമ്പോൾ കൂടെയുള്ളവരോട് പറയാം, അതോ നോക്കി ആ സ്ഥലം എൻ്റെതായിരുന്നു, എന്നവർക്ക് ദാനം ചെയ്ത, ആ വീട് എന്നതായിരുന്നു, എന്നവർക്ക് ദാനം ചെയ്ത, എന്നെ ഇത് ഗവൺമെൻറ് കൊടുത്താണ്, അതങ്ങനെ കൊടുത്താണ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ത്യജിച്ച്, പക്ഷെ ഉള്ളും ത്യജിച്ചില്ല. വെളുത്തുള്ളി എടുത്ത പാത്രത്തിന് മണം കാണും പോലെ വാസന നമ്മുടെ ഉള്ളിൽ കിടക്കും. പക്ഷെ നമ്മളിൽ ഈ വാസന അത്ര ശക്തമാണ്, പെട്ടെന്ന് മാറില്ല. ഉണ്ടാക്കാനുള്ള ശക്തി കിട്ടിയ അവിടെ നിന്നാണ്, കൊടുക്കാനുള്ള മനസ്സ് കിട്ടിയ അവിടെ നിന്നാണ്. അടുത്ത് നന്ദി എന്നൊരു ഭാവത്തേക്കാണ് നമ്മൾ ഉണരേണ്ടത്.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Most of the psychological diseases have their roots in upbringing, the childhood, especially the way mothers raise their children. It could even be related to the pregnancy period. The mother's thoughts, interactions, experiences, emotions, foods, habits, things she sees, hears, the people she is close with, and so forth. Everything will have an impact. Let me share you a story from one of the Hindu scriptures. There was a satanic king by the name Hiranyakashipu, a demonic king. He was anti-God and hence proclaimed that he was the one and only God who needs to be worshipped. Whoever disobeyed his command was beheaded. When his twin brother was killed by Vishnu, one of the main gods, Hiranyakashipu was furious. He wanted to conquer the heavens and make all the celestial beings his slaves and servants. He went to the mountains and performed grueling austerities to acquire spiritual powers to accomplish his desire. In the meantime, his wife was pregnant. Owing to the fear of the wife being attacked and killed by celestial beings, the great sage Narada, a God-realized soul, gave her refuge in his ashram. The sage's divine presence, his spiritual instructions, the chanting of divine names, and the sanctity of the ashram atmosphere had a profound and positive impact on both the mother and the baby in the womb. So this ashram created the right atmosphere for the baby in the womb. And one day, as usual, the sage was imparting spiritual truths to the mother. In response, the king's wife hummed and chanted along and paid rapt attention to every name chanted and every word spoken by the sage. However, halfway through, the lady dozed off. Since the humming sound continued, the sage went on with his instructions. Eventually, when he finished, the sage realized that it wasn't the mother who was listening, but it was the baby in the womb. The birth of this baby, named as Prahlada, transformed an entire society. Even as a little boy, he manifested divine qualities and began to chant God's names constantly. Don't think that he became a monk. No, he did not. That's the beauty. He became a king, a compassionate king. Needless to say that the father was furious because his own son began chanting God's names. So he was furious and adhering to the evilest of methods, including life-threatening situations. The cruel king tried to change his son's mind and destroy his faith in God. Though only 5 years old, the little boy was unflinching in his faith and fearless even on the face of death. This little boy later became one of the greatest devotees of God and a wise and compassionate king. Even though Prahlada was born in the clan of demons, he became a wise, just, devout, caring, and compassionate king. This became possible mainly because of his and his mother's association with a great sage. I'm not saying that every one of us will get this opportunity to be in the presence of a great sage or to be in the presence of Amma or to live in the ashram. No, that's not necessary. Look at Amma. She inspires, she transforms her life. That's enough. So wherever you go, you be a little mother. You be a little Amma, a small Amma.
Scientists and experts have proven that the mother's attitude during pregnancy affects the child. They say evidence suggests that positive thinking can shape the body, heal internally, and even nurture a healthier child during pregnancy. A pregnant woman's thoughts have a physical connection to her unborn child. Everything the pregnant mother feels and thinks is communicated through neurohormones to her unborn child, just as surely as are alcohol and nicotine. Because Amma says, until the child comes out of its mother's womb, the child is one with the mother. The child breathes through the mother, eats through the mother. It is nurtured by the mother. And after coming out, that attachment, that oneness continues until we cut the umbilical cord. And that oneness, as the mother, so the baby. You may think, what is the connection of developing motherhood and cultivating care? The answer is that the mother is everything. The father is only second in position. Many of you, at least 25 to 50% of you, are going to get married or are already married and soon may have children. You are the future mothers and fathers. So I'm talking to you. What is relevant in your life? You are the future mothers and fathers. Cultivating care and balancing feminine and masculine qualities as a parent starts from the nuclear family. The foundation has to be laid by the parents. You have to create the right atmosphere at home for children to emulate, learn, and imbibe the right values. This is extremely important because the future of humanity is not in scientific and technological development. It is not in going to a prestigious school and becoming innovative. It is not in strengthening the country's military power, nor in buying the most sophisticated arms and munitions. No, not at all. The future of humanity is in being humane.